ഇതെന്നാ വെള്ളപ്പാണ് വെള്ളപ്പാണ്. അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് നമ്മൾ രാവിലെ ചായപ്പടിയൊക്കെ ഏകദേശം കഴിഞ്ഞ് ചുട്ടെടുക്കണ അടിയില്ലേ പൊന്നു വന്നു ഇഡ്ഡലിക്ക്. ഇവിടെ ഇഡ്ഡലി ആയാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. ഇവിടെ ഇഡ്ഡലി ആയാൽ ചിക്കനും പൊറോട്ടയും നിൽക്കണം അതുപോലെയാണ് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കാത്തവണാണ് ഇത്ര പൂതി കുട്ടികൾക്ക്. എൻ്റെ ഫോണിൽ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട് ഗൈസ്. കണ്ടില്ല, ലൈറ്റ് അടിക്കണ്ടില്ല. ഫോണൊക്കെ ആകെ താറുമാറായിക്കണം. നല്ല ഫോണായി കിട്ടിയിട്ട് വേണം നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ചുട്ടെടുക്കുന്ന ഇഡ്ഡലിക്കൊക്കെ വെയിറ്റിംഗ് ആണ്. ഓരോ ഇഡ്ഡലി എടുക്കുമ്പോഴും ചൂടാറാനും കിട്ടാനൊന്നും നേരമില്ല. അപ്പോത്തിന് ഇവിടെ പ്ലേറ്റ് ആയിട്ട് വരികയാണ്. 2 ആൾ കഴിച്ചു, 3 ആൾ കഴിച്ചു പോയി. ഒന്നായിട്ട് ഇരുന്ന് കഴിച്ചിട്ടില്ല. ഇഡ്ഡലി ആവുമ്പോൾ പെട്ടെന്ന് വരിക, പ്ലേറ്റ് എടുക്കുക, പെട്ടെന്ന് വരാം, പ്ലേറ്റ് എടുക്കുക, അതുപോലെ തന്നെ പാത്രത്തിലാക്കാൻ മണ്ടുക. അപ്പോൾ അച്ചൂട്ടി തിന്നിട്ടില്ല. മനു തിന്ന്, അല്ലു തിന്ന്, ആദ്യ തിന്ന്, പൊന്നൂസ് തിന്നുകൊണ്ടിരിക്കണം. അപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. സാമ്പാറൊന്നും ഉണ്ടാക്കില്ല ചട്ടിന്. പൊന്നൂസിന് സാമ്പാറും ആണെന്ന്. അപ്പൊ ഞാനിവിടെ ചട്ടിന് ഒരാളാണ് ചട്ടിന് മതിയായിരുന്നു. അപ്പൊ സാമ്പാർ ചട്ടിന് രസം. അപ്പോ അതൊക്കെ തന്നെയാണ് വിശേഷം. തെറ്റി പോകണട്ടാ. പിന്നെ നമ്മൾ അച്ചൂട്ടി തെറ്റി കുതിർക്കണം. നിങ്ങൾ കണ്ടിരിക്കണം അച്ചൂട്ടി തെറ്റി കുതിർക്കണത്. അച്ചൂട്ടിക്ക് മൈലാഞ്ചി ഇന്നലെ ഞാൻ കണ്ണ് ഡോക്ടറെ അടുത്തൊക്കെ പോയിട്ടോ. കണ്ണ് ഡോക്ടറെ അടുത്തേക്ക് പോയി കണ്ണ് ടെസ്റ്റ് ചെയ്തപ്പോൾ ചെറുതായിട്ട് കണ്ണിന് കാഴ്ചക്കുറവുണ്ട് എന്ന് പറഞ്ഞു. അപ്പം അതിന് വേണ്ടി കണ്ണടൊക്കെ എഴുതിയിരിക്കണേ. ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ എങ്ങനെ ദൂരെ കാഴ്ച വലത്തെ കണ്ണിന് ചെറുതായിട്ട് പൊയ്ക്കണെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ കണ്ണ് ഡോക്ടറെ കാട്ടാൻ പോയപ്പോൾ എൻ്റെ അച്ചുട്ടിക്ക് വളം വേണം, പിന്നെ എന്തൊക്കെയാ വേണ്ടതെന്ന് അറിയില്ല. മൈലാഞ്ചി വേണം, വളം വേണം, കുറേ ആവശ്യങ്ങൾ. അപ്പൊ ഞാൻ ഏതായാലും ഓക്ക് പോയപ്പോൾ വളം വാങ്ങിക്കൊടുത്ത്, അപ്പോൾ മൈലാഞ്ചി വാങ്ങിക്കൊടുത്ത്. അപ്പൊ ഇന്നലെ രാത്രി നേരത്തെ ഉറങ്ങിയിട്ടോ, മൈലാഞ്ചി ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പൊ ഇന്ന് പോക്ക് മൈലാഞ്ചി ഇപ്പൊ തന്നെ ഇടണം. ഇഡലി ആവണുള്ളൂ. ആയതൊക്കെ എടുത്തോണ്ടോയി. പോരെ പ്ലേറ്റ് എടുത്തനാലേ ഇത് കളിച്ചാൻ പോയതല്ലേ. അങ്ങനെ മക്കൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ കഴിച്ചോണ്ട് പോവാണ് കേട്ടോ. അപ്പോൾ അല്ലുട്ടന് ഇപ്പൊ കളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ ഓനുള്ളത് ഓനോട് കൊടുക്കുന്നുണ്ട്. ഞാനും മിക്കും മാത്രമേ ഉള്ളൂ കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇഡ്ഡലിയൊക്കെ നല്ല അടിപൊളി ഇഡ്ഡലി, നല്ല സോഫ്റ്റ് ഇഡ്ഡലി തന്നെ കിട്ടിയിരിക്കണത്. പിന്നെ ചിലർക്ക് ഇഡ്ഡലിക്ക് സാമ്പാർ വേണം. ഞാനിവിടെ ചട്ടിനി ഉണ്ടാക്കിയിരിക്കണത് കേട്ടോ. സാമ്പാർ വേണമെന്നാണ് പരാതി പറഞ്ഞ് പോയിട്ടുണ്ട് പൊന്നൂസ്. ഇനി ബാക്കിയുള്ളതും കൂടി ഇങ്ങോട്ട് ചുട്ടെടുക്കട്ടെ കേട്ടോ. ഇനി ഒരു പ്രാവശ്യം ചുട്ടെടുക്കാനും കൂടി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഇഡ്ഡലി ഒന്നും ഉണ്ടാക്കലില്ല. അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ അരി കൊണ്ടുവരും, അപ്പോൾ ഉഴുന്ന് കിട്ടൂല. പിന്നെ ഉഴുന്ന് കിട്ടുമ്പോൾ അരിയും കിട്ടൂല. അങ്ങനെ കൊണ്ടുവരാതിരിക്കും കേട്ടോ. ഉണ്ടാക്കാൻ പറ്റാണ്ടാവും. പിന്നെ എന്തൊക്കെയാണ് അല്ലെങ്കിലും ഉഴുന്ന് ഇഡ്ഡലിയൊക്കെ നല്ലതാണ്, കുട്ടികൾക്ക് നല്ലതുമാണ്, തടിക്കും നല്ലതാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ വെള്ളപ്പം ഇഡ്ഡലിക്ക്. ഞാനിവിടെ ദോശ, പത്തിരി, പുട്ട്, കട്ടിപ്പത്തിരി, ഓട്ടട അതൊക്കെയാണ് ഉണ്ടാക്കുക ചായക്കടി കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം. ഞാനിപ്പോൾ എൻ്റെ സൗണ്ട് എന്താണെന്ന് അറിയില്ല, സൗണ്ട് പൊയ്ക്കണ്. അതാണ് ഇപ്പോൾ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാത്തത്. അതുകൊണ്ട് തന്നെ ആ വീഡിയോസ് ഇടാത്ത കുറവ് ഞാൻ ലൈവ് ഇട്ടുകൊണ്ട് തീർക്കാറുണ്ട് കേട്ടോ. ലൈവ് ഞാൻ ഡെയിലി ഇടും, ഡെയിലി വൈകുന്നേരം ലൈവ് ഇടാറുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി വന്ന് സപ്പോർട്ടാക്കുക. ലൈവിൽ കയറുമ്പോൾ എന്താ കിട്ടുക എന്നൊക്കെ പലവരും ചോദിക്കും. ലൈവിൽ കയറിയിട്ട് ഒന്നും കിട്ടുന്നില്ല, ഡോളറൊന്നും കൂടില്ല. പക്ഷേ ലൈവ് കയറിയാൽ നമുക്ക് പുതിയ ഫ്രണ്ട്സുകളെ കിട്ടും. അപ്പോൾ ഇതാ ഏകദേശം നമ്മൾ ചായപ്പടയൊക്കെ ഏകദേശം കഴിയാറായി. മുറ്റടിക്കലും കഴിഞ്ഞ്, അതിൻ്റെ ഇടയിൽ മുറ്റടിക്കലും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി കാടമുട്ട് പെറുക്കാനായിട്ട് പോകണം, ചോറ്റ് പരിപാടി നോക്കണം. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എൻ്റെ കുട്ടികളെല്ലാവരും ഇവിടെ ഉണ്ട്. വാ എൻ്റെ ഈ ചെറിയ കുട്ടി തെറ്റിക്കണ് ഗൈസ്, കണ്ടില്ല നിങ്ങൾ?
തെറ്റിയത് എന്തിനാ അറിയോ? മൈലാഞ്ചി ഇന്നലെ പോയെന്തോ മൈലാഞ്ചി കൊടുത്തിരിക്കണം. അപ്പം മൈലാഞ്ചി ഇട്ടിട്ടില്ല. അപ്പം ഇപ്പം തന്നെ രാവിലെ തന്നെ എണീറ്റ് ഇടണം എന്ന് പറഞ്ഞുള്ള കുറുമ്പാണ്. ചായക്കടി തിന്നിട്ടില്ല. ഞാൻ ഓട് പറഞ്ഞ ചായയും കടിയൊക്കെ കുടിച്ച് എന്നിട്ട് ഉമ്മച്ചി ഇട്ടുതരാന്ന് പറഞ്ഞു. ആ നിങ്ങൾ പാട്ട് പാടണേ നമ്മളെ അച്ചുട്ടി, നിങ്ങൾ ലൈവിലൊക്കെ വന്ന് പാട്ടാണ്. മൈലായിട്ട് തന്നെയാണ് നോക്ക്. മൈല ഇപ്പം ഇട്ടില്ല ചായ കുടി കഴിഞ്ഞാൽ കേട്ടല്ലേ. നമുക്ക് കൈയറച്ച് മൈലാഞ്ചി ആണല്ലോ. അപ്പൊ മൈലാഞ്ചി ഇട്ടിരിക്കണം നോക്കട്ടെ. തുള്ളി കുടിച്ചാൻ പാടില്ല. അപ്പൊ പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എന്നുള്ളത്? എല്ലാം ഹാപ്പി അല്ലേ? നിങ്ങളാരും ഞങ്ങളെ വീഡിയോസൊക്കെ ഒന്നും കാണാത്ത, ഞങ്ങളെ വീഡിയോസ് ആർക്കും ഇഷ്ടാവണില്ല നിങ്ങൾക്കൊന്നും. അപ്പം ഏതായാലും കൂടി ചുട്ടെടുക്കാനുണ്ട്, ചോറുപാട് തുടങ്ങാനുണ്ട്, അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ വിശദമായിട്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കാട്ടോ. അപ്പൊ ഇതാ ഗൈസ്, ഞാൻ മദ്രസയിൽ നല്ലൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല പരിപാടി എന്ന് വെച്ചാൽ വലിയൊരു ഉസ്താദ് വന്നിട്ട് മഹല്ല് സംഗമം എന്ന പേരിലൊരു സംഗമം ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ക്ലാസ് തന്നെയായിരുന്നു കേട്ടോ. രാവിലെ 9 മണി തൊട്ട് 12:30 വരെ, ബാങ്ക് കൊടുക്കണ നേരം വരെ. അപ്പം ഞാനും പോയി. 9:30ക്ക് ഞാൻ ഇവിടെ ചായപ്പട കഴിഞ്ഞതിന് ശേഷം ഞാനും പോയിട്ടാ. അപ്പോൾ പോയി 11 മണിയായപ്പോൾ എണീറ്റ് പോരണം എന്നൊക്കെ വിചാരിച്ചത്. കാരണം ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കാണ്ടല്ലോ, നല്ല വേവുള്ള അരിയാണ്. അപ്പോൾ പോരാൻ പറ്റിയില്ല. നല്ല ക്ലാസ്. അപ്പോൾ ക്ലാസ് അവിടെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ പോരാൻ പറ്റിയില്ല. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ഞാൻ 12:10 അവിടുന്ന് പോകുന്നത്. ബാങ്ക് കൊടുക്കാനായപ്പോൾ ഞാൻ ഓടിയിട്ടാ. കാരണം ചോറും കഞ്ഞിയൊക്കെ ഉണ്ടാക്കാണ്ട് ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്ലാസ്സിന് പോകുമ്പോൾ നമുക്ക് പഠിച്ചൊരു വഴി കാണിച്ചു തരുമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിവിടെ വന്ന് ചോറ് ഉണ്ടാക്കാൻ വേണ്ടി വെള്ളമൊക്കെ വെച്ച്, അപ്പോൾ കുട്ടിക്ക് കഞ്ഞി വെച്ച് ചോറുണ്ടായിരുന്നു. അപ്പോൾ അത് വേവ് കുറഞ്ഞതായിരുന്നു. അപ്പോൾ അത് കുറച്ച് തോനുണ്ട്, ഒരു 1.5 അരിയുടെ ചോറുണ്ടാവും. അപ്പോൾ അത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഓർമ്മയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ എടുത്തുകാണ്ട് ഒന്നുകൊണ്ട് വേവിച്ചെടുത്ത് ഒന്നും തിളപ്പിച്ച് ചോറാക്കി. പിന്നെ കർമ്മത്തി ഉണ്ടായിരുന്നു അവിടെ. കർമ്മത്തിയോട് പെട്ടെന്ന് തന്നെ കടിപ്പിടി എന്നുള്ള നിലയിൽ അരച്ചിട്ട് കറിയും വെച്ചു. പിന്നെ കറി വെക്കാനായിട്ട് മത്തി ഞാൻ കുറച്ച് ബാക്കി വെച്ചിരുന്നു ഇന്നലെ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ അതെടുത്ത് കാപ്പിളിയൊക്കെ കൊണ്ടുവന്നുകൊണ്ട് ഒന്നുകൊണ്ട് വറ്റിച്ചെടുത്ത്, മത്തി വറ്റിച്ചെടുത്ത്. അപ്പം അങ്ങനെ. അപ്പോൾ ചോറും തികയൂല, ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ട്, മക്കളും ഞങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തികയൂല. പക്ഷെ എന്നാലും അപ്പം ഇന്ന് രാവിലത്തെ ഇഡ്ഡലീൻ്റെ മാവുണ്ട് കുറച്ച്, അതുകൊണ്ട് കുറച്ച് ഇഡ്ഡലി ബാക്കിയുള്ളത്. ഒരു 6-7 ഇഡ്ഡലി ഉണ്ട് ബാക്കി. അതുകൊണ്ട് വെള്ളപ്പം മതി പറഞ്ഞ് വെള്ളപ്പം ചുട്ട് അങ്ങനെ എല്ലാം കൂടി ആയിട്ട് ഇന്നത്തെ ചോറ്റ് പരിപാടി ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇതാ മട്ടൻ്റെ മാവൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഓരോരുത്തരായിട്ട് അല്ലുവിന് ദോശ മതി പറഞ്ഞ് ഓ ദോശയും കൊണ്ട് പോയി. ആദ്യക്കുട്ടിന് ഇഡ്ഡലി മതി പറഞ്ഞാണ്ട് ഒരാൾക്ക് ഇഡ്ഡലി മതി പറഞ്ഞ് ഓൻ ഇഡ്ഡലിയും പോയി. ചോറ് കമ്മിയാണ്. അപ്പോൾ ചായക്കടിയും ഒക്കെ പാടായിട്ട് ഇന്നുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല, പെട്ടെന്നുണ്ടായ പോവലാണ്. ഞാൻ ആദ്യം അല്ലുമോന് പനി ഉണ്ടായിരുന്നു. അപ്പോൾ പോവാനാവില്ല വിചാരിച്ചു, പനിയൊക്കെ പേരാ. അപ്പോൾ ഞാനും അങ്ങോട്ട് പോയിട്ടാ. അപ്പോൾ ഏതായാലും പോയതുകൊണ്ട് നല്ല ക്ലാസ് കേൾക്കാനായി. ഇവിടെ വന്നപ്പോൾ ഇതാ നമ്മൾ ചോറുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അതെടുത്ത് തിളപ്പിച്ചു. കർമ്മത്തിയുടെ അരച്ച് കറി വെച്ച് രാത്രികൾക്കും ഇപ്പൊക്കും കൂടി ഒരുമിച്ച് അങ്ങോട്ട് വെച്ച്. പിന്നെ മത്തി ഉണ്ടായിരുന്നു, അത് വറ്റിച്ചും ചെയ്ത്. പിന്നെ നല്ല നെല്ലിക്കച്ചാറുണ്ട്, അതും കൂട്ടുക. ചോറ് വേണ്ടിയവർക്ക് ചോറുമായി. പിന്നെ ചായക്കടി വേണ്ടിയവർക്ക് രാവിലത്തെ ഇഡ്ഡലി ഉണ്ട്, രാവിലത്തെ വെള്ളപ്പമുണ്ട്. അങ്ങനെ ഏതായാലും ഇന്നത്തെ ഉച്ചക്കത്തെ പരിപാടി ക്ലോസ് ആയിട്ടാണ്. ക്ലാസ് കാണുകയും ചെയ്തു. ഉച്ചക്ക് അൽഹംദുലില്ലാ റാഹത്തായിട്ട് എല്ലാവർക്കും കഴിക്കാനും പറ്റിയിട്ടാ. അപ്പം എല്ലാ മക്കളോരോരുത്തരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ആദിക്കും അല്ലുവിനും മദ്രസ ഉച്ചക്കാണ്, 2 മണിക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യകൂട്ടൻ ചോറൊക്കെ ചോദിച്ച് വന്നതാണ്. അവന് ചോറ് മതി എന്ന് പറഞ്ഞു. ചോറും മീൻ വറ്റിച്ചതുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ ആയിട്ട് ഇന്നത്തെ ഉച്ചപരിപാടി അങ്ങോട്ട് കഴിഞ്ഞ്. അങ്ങനെ ഗൈസ് ചോറൊക്കെ തിന്ന് ലച്ചുട്ടി മൈലാഞ്ചിയൊക്കെ ഇട്ട് അവളെ കുറുമ്പൊക്കെ മാറി. അവള് മൈലാഞ്ചി ഇട്ടാണ്ടില്ല, ഞങ്ങള് മൈലാഞ്ചിയൊക്കെ പൊന്നൂസ് ഇട്ട് കൊടുത്താണ് കേട്ടോ. കാലുമ്മലും മൈലാഞ്ചിട്ട് മൈലാഞ്ചിയൊക്കെ ഇട്ട്. അപ്പോൾ ഏതായാലും
അപ്പോൾ അച്ചൂട്ടി ചോറുന്ന് ഇപ്പച്ചിൻ്റെ ഒപ്പം അച്ചും ഞാനും മനും പൊന്നും ഒക്കെ ചോറുന്ന് ആദ്യം ചോറുന്ന് പിന്നെ വള്ളപ്പം നിന്ന് അല്ലൂട്ടനാണ്. അങ്ങനെ ഏതായാലും ചോറ്റുംപൊടിയൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. കുളി കഴിഞ്ഞ് ഇരിക്കാണ്. ഇനി കുറച്ച് നേരം ലൈവ് ഇടും കേട്ടോ. കുറച്ച് നേരം ലൈവ് ഇടണം. എന്തൊക്കെയോ പാട്ട് പാടാ. ഓക്കെ പപ്പൻ്റെ പഠിക്കും. ആകലമാർക്കുന്ന വീര ഉമ്മാന്റെ എമ്പർ മോളാണ് പതിക്കുന്ന വലിയ ശൈത്ത പതിക്കുന്ന വലിയ ശൈത്ത പതിക്കണ്ടല്ലേ അയാള് അതുക്കന്ന മോളെ നിന്നെ കുത്തുകുത്തറാനിയക്ക കൽക്കണ്ട കനിയെ കണ്ട കസ്മയ ഉമ്മ പോടുന്നോണി ആന്നമോന അതെല്ലാം സ്വത്തില്ല അതിന് കേട്ടില്ലേ? അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി കുറച്ച് നേരം ഞാൻ ലൈവ് ഇടും. പിന്നെ ഒരു കാര്യം സൗണ്ട് പോയിക്കണ ലൈവിൽ നിന്ന് കയറി വെക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ. താങ്ക് യു. ബൈ ബൈ. അസ്സലാമു അലൈക്കും.